നട്ടപ്പാതിരിക്ക് ആഗ്രഹം നോക്കുന്നുണ്ട് എല്ലാവർക്കും അല്ല ഇവിടെ ഒരു കുഞ്ഞു കുരുപ്പിനെ ഒരാഗ്രഹം നോക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11:29 കേട്ടോ. ഞാൻ എന്താഗ്രഹം ഞാൻ ചോദിച്ചോട്ടെ. ഇങ്ങോട്ട് വാ എന്താഗ്രഹം? അപ്പോൾ നമ്മൾ കിടക്കത്ത് ഉറക്കം തോന്നില്ല കേട്ടോ. എനിക്ക് ഉറക്കം തോന്നില്ല. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിനെയും കുത്തി എഴുന്നേപ്പിച്ചിട്ട് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകണം. കണ്ണനെ കാണാൻ പോവാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ കണ്ണനെ കാണാൻ പോകുമ്പോൾ നമുക്ക് വെറൈറ്റി വേണ്ടതാണ്. എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ പോകുന്നത് ഏറ്റവും കൂടുതൽ രാത്രി ഇതൊക്കെ രണ്ടും നല്ല ഉറക്കം വന്നിരുന്നു. എനിക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ചാലിന് അമ്മൂന്ന് ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ തന്നെ അമ്മ എഴുന്നേറ്റ് വീണ്ടും കിടന്നുറങ്ങിയിട്ട് അമ്മ വീണ്ടും എഴുന്നേറ്റിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചത് ഫുൾ ചീത്തയും തൊക്ക് പരതിയിട്ട് അവനെ വെള്ളം മൂത്ത് തുടങ്ങി വെച്ചിട്ടാണ് അവനെ എഴുന്നേറ്റത്. പിന്നെ നമുക്ക് പോവാണ്. അമ്മയൊക്കെ ഡ്രസ്സ് മാറി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മുടി കെട്ടാനുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവും. അവിടെ ഉണ്ട്. നമുക്ക് എത്തിച്ചിട്ട് അപ്പോൾ നമുക്ക് ചെരുപ്പിടെ കാണാനില്ല നമ്മളെ. അപ്പോൾ നമ്മളെ മുടി ചെരുപ്പ് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ചെരുപ്പ് ഞാൻ ബുഷ് എടുത്തിട്ട് വരാം. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക്. പക്ഷേ ലിപ്സ്റ്റിക്ക് അറിയാം. അമ്മോ ഇതിടണ അപ്പൊ നമുക്ക് മുടിയിട്ട് കഴിഞ്ഞിട്ട് മുടിയിട്ടെ അത് അപ്പൊ ഞാൻ ഈ കുത്തി തെളിച്ച് പോകുന്നുണ്ട്. നാളെ എനിക്ക് EVS ഞാൻ കാണിച്ചു തരാം. നാളെ എനിക്ക് EVS കാണിച്ചു തരാം. ഇതെൻ്റെ EVS ബുക്കാണെന്ന് തോന്നരുത് കേട്ടോ. ബുക്ക് ഇതാ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് നാളെ 6ാം ചാപ്റ്റർ ലിവിങ് സേഫ്ലി എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് നമുക്ക് നാളെ എക്സാമാണ്. ഈ അടുത്തുള്ള പോകുന്നുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം എന്നാണ്. അങ്ങനെ ചെല്ലി എനിക്ക് ഭയങ്കര പേടിയാവുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ 6ാം പാഠം ഫുള്ളൊന്ന് തൊട്ടിട്ട് 6ാം പാഠം ഇവിടെ തൊട്ടിട്ട് ഇത് ഫുള്ള് 6ാം പാഠത്തിലുള്ളതാണ്. അതാ ഞാൻ ഈ ചാടത്തോളി പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. നല്ല പേടിയുണ്ട്. അതൊക്കെ പേര് മാറ്റി കുറച്ച് വെള്ളം കുടിച്ചു തരാം. വെള്ളം കുടിയാണ് പോകുന്നത്. അടിച്ചിട്ട് കിട്ടിയാ ഇതാണ് ഗൈസ്. ഫയറിംഗ് വീഡിയോ ആണെന്നൊക്കെ ചില സമയത്ത് മറന്നു. ഒരു പൗഡർ ഞാൻ വെച്ചെടുത്ത് കാണുന്നുണ്ടോ? എന്നെ ഭ്രാന്ത് പിടിക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ ഭ്രാന്ത് പിടിക്കാൻ ഇറങ്ങിയില്ലേ? ഒരു സ്ഥലത്ത് നിക്കത് വേനെടുക്കല്ലേടി മുഖൊന്നും. എന്റെ മുന്നേ അപ്പൊ ഞാനൊരു പുതിയ ചെരുപ്പ് വാങ്ങിച്ചിട്ടാ. ഈ
ചെരുപ്പ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വാ ഇനി ഇട്ടിട്ട് നോക്കട്ടെ. അടച്ചോ. അപ്പോൾ നമ്മളിപ്പം നമ്മളെത്തിയിരിക്കുകയാണ്. വെറുതെ ഒരു നട്ടപ്രാന്തിൽ ഇറങ്ങി പോകുന്നതാണ് അവിടേക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫയർ ചെയ്തില്ല, അച്ഛനോട് പുഷിച്ചാണല്ലോ നമുക്ക്. ആ പുഷ് ഞാൻ എൻ്റെ കയ്യിലിട്ടിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പേടിച്ചു. വീട്ടിലെത്തിയിട്ട് ചീത്ത കിട്ടുമെന്ന് അറിയില്ല. നമുക്കിപ്പോൾ നടാം. പിന്നെ അവിടേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് കുറേ എന്താ പറയുക, ഇത് വളർന്ന മരമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ വളർന്ന മരമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കണേ. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് മരമായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ കേശവനുണ്ട്. ആളെ തുമ്പിക്കൈ നേറ്റി വെച്ചിരിക്കുകയാണ് കേശവൻ. പിന്നെ കുറേ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന റാണികളുണ്ട്. ഇത് തോഴികൾ റാണികൾ. പിന്നെ ഇവിടെ കുറേ തോഴികൾ എന്താ സംഭവമുണ്ട്. പിന്നെ ഗരുഡനുണ്ട്. ഇവിടെയാണ് നമുക്ക് അന്ന് നമ്മുടെ ഉത്സവമായ സമയത്ത് അന്നായിരുന്നു ഇവിടെയായിരുന്നു നമ്മുടെ കൃഷ്ണനെ പാമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് നിങ്ങൾക്കും ഭാഗ്യമുള്ളവർക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. എന്തായാലും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഗുരുവായൂരമ്പലം ഫാഷൻ ഗൈസ്. ഇപ്പം നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നമല്ല, ഇവിടെ കുറേ സരസ്വതി ദേവി ഉണ്ട്. അത് നമ്മൾ ഉത്സവത്തിന് ഇവിടെ പറന്നിറക്കാനായപ്പോൾ അവിടെ ഇതുവരെ കഴിച്ചിട്ടില്ല. അവിടുത്തെ കഴിച്ചെന്ന് തോന്നുന്നു. അവിടെ അയച്ച് പിന്നെ ഇവിടെ മാത്രം അയച്ചില്ല, എന്താണെന്നറിയില്ല. കാറാൻ കടയിലോട്ട് വാ ഗൈസ്. ഹലോ. അപ്പം നമ്മളിപ്പം തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അത് വാങ്ങിച്ചതാണ് സ്റ്റിക്കേഴ്സ്. നമ്മളിപ്പോൾ അധികം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കാഴ്ചകൾ കാണാൻ ഇതിപ്പോൾ ഇവിടെ വച്ച വെക്കുന്നത് കൃഷ്ണനാട്ടം നടക്കണേൻ്റെ ഒരു ഗ്രന്ഥനെ കണ്ടതാണ്. ഇങ്ങോട്ട് രുദ്രഗീത കളണ്ട് ഇപ്പോൾ വച്ച വെക്കുന്നത് കൃഷ്ണനാട്ടം നടക്കണേൻ്റെ ഒക്കെയാണ് രുദ്രഗീത. കൃഷ്ണനാട്ടം നടക്കണേൻ്റെ ഒച്ച കേൾക്കണം. എനിക്ക് അറിയത്തില്ല കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം നടന്നത്. അവിടെ ആലോചിച്ച് പോയില്ല കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു അവിടെ കൃഷ്ണനാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കേട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തോന്നുമ്പോൾ കൃഷ്ണനാട്ടത്തിൽ കയറിയാലോ എന്ന് നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര സീരിയസ് ആണല്ലോന്ന്. ഇവൻ കയറില്ല കേട്ടോ. ഞാനും അമ്മയും കൂടിയും കയറിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു കഥകളി പോലത്തൊരു തീമായിരുന്നു. നല്ല അടിപൊളി രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവൻ എന്താ കയറാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ബാഗാണ് ഇട്ടത്. അതായത് ബാഗ് ഇട്ടേ കൊണ്ട് മുണ്ട് ഇട്ടാലാണ് അമ്പലത്തിൽ കയറ്റുക. അതുകൊണ്ടാണ് അവൻ വരാതിരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി സ്റ്റെപ്പ് കയറാണ്. രാത്രി കഴിഞ്ഞുകൊണ്ട് നല്ല പതിയെ സംസാരിക്കാനേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ആൾക്കാർ നമ്മൾ മുകളിലാണ് താമസിക്കുന്നത്. താഴത്തെ ആൾക്കാർ ഉറങ്ങി നമുക്ക് വേസ്റ്റ് താഴെ കൊണ്ടുവച്ചിട്ട് രണ്ട് പ്ലേറ്റ് പാത്രം പേസ്റ്റ് എന്നിട്ടൊക്കെ നമ്മൾ ഓരോ കോപ്പായങ്ങളാണ് കേസുണ്ട്. ഇതുപോലെ കുറേ ഉണ്ട്. കുരങ്ങൻ്റെ പോലെ വലിയ കയറിയിരിക്കുന്നത്. ഈ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പിൻ്റെ വില കുരങ്ങൻ്റെ വില വലിയ കയറും. വേണ്ട ഇപ്പം ഉണ്ടോ
അതേപോലെ തന്നെ ഫാമിലി മേലെ ഉണ്ട് കേട്ടോ. പക്ഷെ വെള്ളം കുടിക്കട്ടെ, താഴ്ചിട്ട് കാണിച്ചു. കത്തും കുറച്ച് വെള്ളം കുടിക്കാം. ഞാനിങ്ങനെ എത്തിവരെയാണ് പിന്നെ നിങ്ങളോട് എനിക്ക് കാര്യം ചോദിക്കാണ്ട്, ഇതേവരെ എവിടെയെങ്കിലും പോയി വന്നിട്ട് വെള്ളം കുടിക്കണ ആളെ ഏതെങ്കിലും ടീമുണ്ടെങ്കിൽ ഞാൻ സ്റ്റിക്കേഴ്സ് കഴിച്ചു. അപ്പോൾ മിഠായി കഴിച്ചിട്ട് ഇവിടെ പരിപാടി വരണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വൈകിട്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറിയിട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഗുരുവായൂരൊക്കെ കറങ്ങി അടിച്ച് നടന്നു. അപ്പോൾ പിന്നെ കൃഷ്ണനാട്ടം കണ്ടു, ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇപ്പോൾ വീട്ടിലെത്തി ഉറങ്ങാൻ പോവാണ്. പിന്നെ ഞാനിങ്ങനെ പൊതച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ബനിയൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് പൊതച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഗുരുവായൂരൊക്കെ ഇറങ്ങി കണ്ടു. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ്, എപ്പോഴത്തെയും പോലെ ഞാൻ പറയാണ്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.